ഹായ് ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കാൽമുട്ടിലെ എല്ല് തേയ്മാനത്തിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. മുടി നരയ്ക്കുന്നത് പോലെ, കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് പോലെ, തോലുകൾക്ക് ചുളിവ് വരുന്ന പോലെ, പ്രായമാവുന്നതിന് ഒപ്പമായിട്ട് വരുന്ന മാറ്റങ്ങളെപ്പോലെ മുട്ടിലും തേയ്മാനം വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രായം, ഏത് പ്രായത്താണ് മുട്ടിൽ തേയ്മാനം വരിക പൊതുവേ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഒരു 65 വയസ്സിന് ശേഷം മുട്ടിൻ്റെ എല്ല് തേയ്മാനം തുടങ്ങി കാലക്രമേണ അത് സ്റ്റേജ് 1 നിന്ന് 2, 3, 4 സ്റ്റേജിലേക്ക് എത്തി ഒരു 75 അല്ലെങ്കിൽ 77 വയസ്സിൽ പരിപൂർണ്ണ തേയ്മാനത്തിൽ എത്തുക എന്ന് പറയുന്നതാണ് നോർമലായിട്ടുള്ള കാര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. 65 വയസ്സിൽ മേലെ എപ്പോഴെങ്കിലും വരുന്ന ഒരു തേയ്മാനത്തിനെ പലപ്പോഴും ഒരു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ സ്റ്റേജ് 1 ആയിരിക്കും. കാലക്രമേണ ആ തേയ്മാനത്തിൻ്റെ ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, അതായത് വേദനയുടെ കാഠിന്യം കൂടുക. ഒരു 75 വയസ്സാകുമ്പോഴേക്കും ഒട്ടും നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതാണ് സാധാരണ രീതിയിൽ എല്ല് തേയ്മാനത്തിൻ്റെ പ്രോഗ്രഷനും വരേണ്ട പ്രായവും. പക്ഷേ ഈയിടെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഒരു 55 വയസ്സ്, 50 വയസ്സ്, 55 മുതൽ 65 വയസ്സിൽ ഒരുപാട് പേർക്ക് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഭൂരിഭാഗം പേര് 65 വയസ്സിന് താഴെ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത്, അല്ലെങ്കിൽ ഈ മാറ്റത്തിൻ്റെ എന്തുകൊണ്ടാണ് ഇത് നോർമൽ അല്ലാത്ത ഒരു തേയ്മാനമാണെന്ന് ഞാൻ പറയുന്നത് എന്തിനതിനെക്കുറിച്ച് വീഡിയോ ആണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ തേയ്മാനം 65 വയസ്സിന് ശേഷം വരേണ്ട തേയ്മാനം എന്തുകൊണ്ട് നമുക്കൊക്കെ നേരത്തെ വരുന്നു എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ വീഡിയോ. കാൽമുട്ടിലെ തേയ്മാനം വരാൻ കാരണം മെക്കാനിക്കൽ പ്രോബ്ലംസ് ആണ്. നമ്മുടെ തൊടയുടെ എല്ലും മുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള എല്ലും, ഫീമർ, ടിബിയ എന്ന് പറയും, ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം സാധാരണ. പക്ഷേ അതല്ലാതെ ഒരു 2-3 ഡിഗ്രി വരെ വളവുകളൊക്കെ സ്വാഭാവികമാണ്, കോമൺ ആണ്, നാച്ചുറലും നോർമലുമാണ്. അതല്ലാതെ ഒരു 6 ഡിഗ്രി 7 ഡിഗ്രിക്ക് മേലെ വളവുകൾ കാണുക, ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള മെക്കാനിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇടാം, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൊടയുടെ എല്ലും മുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള എല്ലും, ടിബിയ, കാലിൻ്റെ എല്ലും തമ്മിലുള്ള ആംഗിളിൻ്റെ മാറ്റം. അപ്പോൾ എന്തുകൊണ്ട് ഈ തേയ്മാനം വരുന്നു എന്നുള്ളത് ചോദ്യമാണ് അടുത്ത്. മെക്കാനിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, മുട്ടിൻ്റെ താഴ്ഭാഗത്തുള്ള എല്ല്, നമ്മൾ ഇംഗ്ലീഷിൽ ഇതിൽ മെഡിക്കൽ ലാംഗ്വേജ് അതിൽ ടിബിയ എന്ന് പറയും. ഈ ടിബിയ എന്നുള്ള ബോണിന് ബേസിക്കലി ഒരു വളവുണ്ട്. സാധാരണഗതിയിൽ 2-3 ഡിഗ്രിയുടെ ഒരു വളവ്, ടിബിയ വാറ എന്ന് പറയും, VARA, വാറ. അപ്പോൾ ഈ ടിബിയ വാറ 2-3 ഡിഗ്രി, മാക്സിമം ഒരു 5 ഡിഗ്രി വരെയൊക്കെ വാറ ഉണ്ടെങ്കിൽ അത് നോർമലാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് 8 ഡിഗ്രി 10 ഡിഗ്രി വരെ ടിബിയയ്ക്ക് ഒരു വളവുണ്ടാവും. ഈ വളവ് കാരണം കൊണ്ട് നമ്മുടെ മുട്ടിൻ്റെ ആക്സസ് ചെറുതായിട്ട് മാറിപ്പോകും. ആക്സസ് മാറുന്നതുകൊണ്ട് മുട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് മാത്രം വെയിറ്റ് കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ആ ഭാഗം മാത്രം കൂടുതൽ തേയ്മാനം വരിക. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാൽമുട്ടിലെ തേയ്മാനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത്തരം തേയ്മാനങ്ങൾ നമുക്കൊരു 40 വയസ്സിലോ 45 വയസ്സിലോ ഒക്കെ തുടങ്ങും. വളരെ അപൂർവമായിട്ട് ചില പേഷ്യൻസിൽ 35 വയസ്സ് മുതൽക്ക് തന്നെ തേയ്മാനം തുടങ്ങാറുണ്ട്. വളരെ ചെറുപ്പം മുതലേ ഉണ്ടാവും. ഈ 30-35 വയസ്സിൽ തേയ്മാനം തുടങ്ങുമ്പോൾ നമ്മൾ പൊതുവേ കാര്യമാക്കാറില്ല. ബിക്കോസ് കൊല്ലത്തിലൊന്നോ ആണ്ടിലൊന്നോ വരുന്ന തേയ്മാനം വേദന, അതൊരു വേദനയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. കാലക്രമേണ അത് പ്രോഗ്രസ് ചെയ്ത് ഒരു 50-55 വയസ്സാകുമ്പോൾ പരിപൂർണ്ണ മുട്ടിൻ്റെ വളവും തേയ്മാനവും ഞൊണ്ടലും ഒരു ആടിയിട്ടുള്ള നടത്തവും, വാഡ്ലിംഗ് ഗേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ വാഡ്ലിംഗ് ഗേറ്റ്, ഡക്ക് ലൈക്ക് ഗേറ്റ്, ഒരു താറാവിനെ പോലെയുള്ള നടത്തം, ഇതായി വരുമ്പോഴേക്കും സ്റ്റേജ് 4 ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജ് 4 ആയ പേഷ്യൻസിനോടത്താണ് ഡോക്ടർമാർ പറയുന്നത്, ഇനി ഓപ്ഷൻസ് ഒന്നുമില്ല, ഇനി മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഓപ്ഷൻസ് ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിനെ മാറ്റുന്നത് 50-55 വയസ്സിലല്ല, ഒരു 35-40 വയസ്സ് മുതൽക്ക് തന്നെ വളവുള്ള പേഷ്യൻസിൽ തേയ്മാനമായിട്ട് നമ്മൾ കണ്ടുവരുമ്പോൾ അപ്പോൾ തന്നെ മുട്ടിൻ്റെ വളവുകളെ മാറ്റുകയാണെങ്കിൽ ഒരു 55 വയസ്സിൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ആവശ്യമുണ്ടാവില്ല. അതൊരു 65-ലോ അല്ലെങ്കിൽ പ്രായമുള്ള 70 വയസ്സിൽ ചെയ്യേണ്ട ഒരു ആവശ്യമേ വരുള്ളൂ. അപ്പോൾ ഈ വളവിനെ മാറ്റുന്ന ശസ്ത്രക്രിയ എന്ന് പറയുന്നത് തന്നെ പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടമല്ല. അത് ഓപ്പറേഷൻ അല്ലാതെ ഒരു വഴി പറയൂ എന്നാണ് ഡോക്ടർമാരുടെ അടുത്ത് പറയാറുള്ളത്. പക്ഷേ ചില സ്ട്രക്ചറൽ പ്രോബ്ലംസിന് നമ്മൾ സർജിക്കൽ സൊല്യൂഷൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. സ്ട്രക്ചറൽ അല്ലാത്ത പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ കാര്യത്തിൽ, ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ഇതുപോലത്തെ പ്രശ്നങ്ങൾ. ഇതിനൊക്കെ നമുക്ക് മെഡിക്കൽ വിഭാഗങ്ങളിൽ നമുക്ക് മരുന്നുകൾ എടുക്കാൻ പറ്റും, അതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രക്ചറലായിട്ടുള്ള പ്രോബ്ലംസിനെ നമുക്ക് മരുന്നുകളെ കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. വളവ്, ചെരിവ്, ഒടിവ്, അപ്പൻഡിക്സ്, ഈ അപ്പൻഡിക്സിൽ വരുന്ന ഇൻഫെക്ഷൻ, ഇതൊന്നും നമുക്ക് മരുന്നുകളെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനല്ല. അപ്പോൾ അതുമെല്ലാം സർജിക്കൽ ഓപ്ഷൻസാണ്. അത് പൊതുവേ പൊതുജനത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടും
അതിനോടുള്ള താല്പര്യക്കുറവുകൊണ്ടും പലപ്പോഴും ആൾക്കാർ മരുന്ന് ഇങ്ങനെ കഴിച്ച് പോകുന്നു. ഒരു 50-55 വയസ്സിൽ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിലേക്ക് പോവേണ്ടി വരുന്നു. ചില ആൾക്കാർ 45-48 വയസ്സിൽ തന്നെ മുട്ട് പരിപൂർണ്ണമായിട്ട് തേയ്മാനം വരാറുണ്ട്. അപ്പോൾ ഒരു 55 വയസ്സിൽ മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ചെയ്യുക എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. ഞാൻ തന്നെ കുറേ പേർക്ക് ഒരു 50, 55, 52, 57, 60 വയസ്സ് ആ റേഞ്ചിലൊക്കെ കുറേ പേർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു 45-47 വയസ്സ് ഈ പ്രായക്കാർക്ക്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്, ഇവർക്ക് തേയ്മാനം വരുമ്പോൾ, പരിപൂർണ്ണമായിട്ടുള്ള തേയ്മാനം, സ്റ്റേജ് 4 തേയ്മാനങ്ങൾ വരുമ്പോൾ എന്ത് മരുന്ന് കൊടുത്താലും മാറ്റം വരില്ല. അങ്ങനെ ഉള്ളവർക്ക് മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൊരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറയുന്നവർക്ക് വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. 48 വയസ്സിൽ മുട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ അതിൻ്റെ കാലാവധി ഒരു 10-12 കൊല്ലം കൂടിയേ നിൽക്കുള്ളൂ. അപ്പോൾ ഒരു 60-62 വയസ്സിൽ പിന്നെയും അടുത്ത ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറി വേണ്ടി വരും. അതായത് റിവിഷൻ നീ റീപ്ലേസ്മെൻറ്റ്. ഈ റിവിഷൻ നീ റീപ്ലേസ്മെൻറ്റ് അത്ര ഭയങ്കരമായിട്ടുള്ള സക്സസ് റേറ്റ് ഉള്ളൊരു ഓപ്പറേഷൻ അല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു നീ റീപ്ലേസ്മെൻറ്റിന് എന്ത് വില കൊടുത്തും വൈകിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സോ മുട്ടിൻ്റെ വളവ് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. മുട്ടിൻ്റെ വളവ് പ്രോഗ്രഷനാണ്. മുട്ടിൻ്റെ വളവ് 30-35 വയസ്സ് മുതൽക്കേ ഉണ്ട്. ആ മുട്ടിൻ്റെ വളവിനെ കാലക്രമേണ പ്രോഗ്രഷൻ നമുക്ക് കുറയ്ക്കാൻ, വെയിറ്റ് കുറയ്ക്കാം, എക്സസൈസുകൾ ചെയ്യാം, ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ, ജമ്പിങ്, സ്പോർട്സ് ആക്ടിവിറ്റീസ് കുറയ്ക്കാം. ഇതെല്ലാം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതല്ലാതെ ഈ പ്രോഗ്രഷനെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് വളവുകൾ മാറ്റുന്ന ശസ്ത്രക്രിയ വഴിയാണ്. അതത്ര വലിയൊരു മേജർ ഓപ്പറേഷനോ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനോ അല്ല. ഓപ്പറേറ്റ് ചെയ്ത് മുട്ടിൻ്റെ വളവ് മാറ്റുക. ഏറ്റവും കോമൺ ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമിയാണ്. ഇതിനെല്ലാം അപ്പുറം പൊതുജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. മുട്ട് തേയ്മാനം, മുട്ടിൽ വരുന്ന വേദന എല്ലാം തന്നെ മുട്ട് തേയ്മാനമാണെന്ന്. അല്ല, മുട്ടിൻ്റെ തേയ്മാനം എന്ന് ഡോക്ടർ ഉദ്ദേശിച്ചത് മേലത്തെ എല്ലും താഴത്തെ എല്ലും തമ്മിലുള്ള കോൺടാക്ട് പോയിന്റിൽ വരുന്ന തേയ്മാനമാണ്. അതിനെ നമ്മൾ ടിബിയോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയും. ഇതല്ലാതെ ചിരട്ടയുടെ അടിഭാഗത്തിൽ വരുന്ന തേയ്മാനമുണ്ട്, പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസ്. ഇതിൻ്റെ രോഗലക്ഷണങ്ങളും ഈ ടിബിയോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളും പരിപൂർണ്ണമായിട്ട് വേറെ വേറെയാണ്. പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ചിരട്ട മേലത്തെ എല്ലുമായിട്ട്, ഫീമറുമായിട്ട് കോൺടാക്ട് വരുന്ന സ്ഥലത്ത് വരുന്ന തേയ്മാനത്തിനെയാണ് പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് പറയുന്നത്. ഇതിൻ്റെ പ്രധാന രോഗലക്ഷണം പടി കയറുമ്പോൾ, പടി ഇറങ്ങുമ്പോൾ, ഇരുന്ന് നീക്കുമ്പോൾ വരുന്ന വേദനയാണ്. കുറേ നേരം ഡ്രൈവ് ചെയ്തതിന് ശേഷം മുട്ട് നിവർത്തുമ്പോൾ വരുന്ന വേദന, മുട്ടിൽ നീരും വരും. അപ്പോൾ ഇത്തരം വരുന്ന പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസിന് മുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയോ അല്ല ഈ വളവ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയോ ഓപ്ഷനേ അല്ല. പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസിൻ്റെ പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് മുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന തുടയിലുള്ള മസിൽസിൻ്റെ ശക്തിയില്ലായ്മയാണ്. അപ്പോൾ മുട്ടിൻ്റെ മസിൽസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റ്. ഇതുകൊണ്ടാണ് ഡോക്ടർമാർ പലവരും എക്സസൈസ് ചെയ്യൂ, മുട്ടിൻ്റെ തേയ്മാനമുണ്ട്, എക്സസൈസ് ചെയ്യുന്നു. എക്സസൈസ് ചെയ്യാൻ പറയുന്ന ഭൂരിഭാഗം പേഷ്യൻസിനും പ്രധാനമായിട്ട് കാണുന്നത് പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആണ്. എക്സസൈസിലൂടെ പട്ടലോ ഫെമറൽ ഓസ്റ്റിയോആർത്രൈറ്റിസിനെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ എത്ര തന്നെ മുട്ട് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ പോലും പട്ടലോ ഫെമറൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് എക്സസൈസ് തന്നെയാണ്.